ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇഷ്ടമാത്ര സീരിയലിന് വരാൻ പോകുന്ന നാളത്തെ അടിപൊളി എപ്പിസോഡിന്റെ റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ. അങ്ങനെ നമ്മുടെ വിനോദ് കോടതിയിൽ നിന്ന് ഇറങ്ങിയിട്ട് നേരെ വിനോദിനെയും കൂട്ടിക്കൊണ്ട് മഹേഷ് പോണത് ആതിരയുടെ ആ ഒരു ഓർഫണേജിലേക്കാട്ടോ. ആതിരനെ അവിടുത്തെ സിസ്റ്റർമാരുടെ കയ്യിൽ ഏൽപ്പിക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, കോടതിയുടെ വിധി 18-ാം തീയതി ഒന്നും കൂടി കോടതി കൂടുന്നുണ്ട്, അതിനുശേഷമായിരിക്കും ഞാൻ ഇവളെ സ്റ്റേറ്റിലേക്ക് വിടുന്നത്. മാത്രമല്ല ഇവളുടെ വിസയും കാര്യങ്ങളൊക്കെ ശരിയാക്കാൻ കുറച്ച് സമയം എടുക്കുമല്ലോ, അതുകൊണ്ട് എന്തായാലും 2 ആഴ്ചയും കൂടി സിസ്റ്റർ ഇവളെ ഇവിടെ നിർത്തണം എന്ന് മഹേഷ് പറയുമ്പോൾ തീർച്ചയായിട്ടും എന്ന് പറയാണ്. അങ്ങനെ ആതിരേനെ ആ ഒരു ഓർഫണേജിൽ തന്നെ കൊണ്ടാക്കിയതിന് ശേഷം വിനോദിനെയും കൂട്ടിക്കൊണ്ട് മഹേഷ് നേരെ ഫ്ലാറ്റിലേക്ക് വരുവാട്ടോ. സ്വപ്നവല്ലിയാണെങ്കിൽ പാൽപ്പായസം വെക്കണ തിരക്കിലാണ്. ഇഷിതയാണെങ്കിൽ പ്രിയാമണിനെ വിളിക്കുന്നുണ്ട്. വേണ്ട, വിളിക്കണ്ട, നേരിട്ട് പോയിട്ട് ഈ സന്തോഷ വാർത്ത പറയാം, പ്രിയാമണി അമ്മക്ക് സന്തോഷമാവട്ടെ എന്ന് പറഞ്ഞിട്ട് ഇഷിത നേരിട്ട് പോയി പറയാൻ വേണ്ടി തന്നെ ഇഷിതയും നേരെ ഫ്ലാറ്റിലേക്ക് പോവാണ്. അപ്പൊ മാഷാണ് വാതിൽ തുറക്കണത്. എന്തായി മോളെ, വിനോദിന്റെ കാര്യം എന്തായി എന്നൊക്കെ ചോദിക്കുകയാണ്. ഇവിടെ ആണെങ്കിൽ നമ്മുടെ സുചിത്ര ആണെങ്കിൽ ആകെ പ്രാർത്ഥനയും അതുപോലെ തന്നെ കരച്ചിലൊക്കെ ആയിട്ട് അങ്ങനെ ഇരിക്കുകയാണ്. എന്തായി, കോടതിയിൽ വിധി വന്നോ എന്ന് ചോദിക്കുകയാണ്. അത് കേട്ട് ഇഷിത പറയണ്ട, അത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. സന്തോഷ വാർത്ത തന്നെയാണ്, വിനോദിനെ കോടതിയിൽ നിന്ന് മോചിപ്പിച്ചു, വിനോദ് തെറ്റുകാരനില്ലെന്ന് കോടതിക്ക് മനസ്സിലായി. വിനോദിനെയും കൂട്ടിക്കൊണ്ട് മഹേഷ് ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ആഹാ, ഇത് നല്ലൊരു സന്തോഷ വാർത്തയാണല്ലോ മോളെ. അതെ, സന്തോഷ വാർത്ത തന്നെയാണ് അച്ഛാ. വിനോദ് വരുന്നുണ്ട്, ആ കാര്യം പറയാൻ വേണ്ടിട്ടാ ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്. പ്രിയാമണി കേട്ടോടോ മോള് പറഞ്ഞത് എന്ന് ചോദിക്കുമ്പോൾ, ആ കേട്ടു, സന്തോഷമായി. ഞങ്ങളുടെ എല്ലാവരുടെ പ്രാർത്ഥന ദൈവം കേട്ടല്ലോ, പ്രത്യേകിച്ച് സുജിയുടെ പ്രാർത്ഥന. പാവം സുജി എന്തുമാത്രമാ വിഷമിച്ചത്, ഇനിയെങ്കിലും അവൾക്ക് സന്തോഷത്തോടെ ഇരിക്കാലോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ സുചിത്രയുടെ അടുത്തേക്ക് ഇഷിത വന്നിട്ട് ഈ കാര്യം പറയുന്നുണ്ട്. സുജി, ദേ നിന്റെ ചെക്കൻ വരാൻ പോവാട്ടോ. സത്യമാണോ? അതെ, മഹേഷ് നിന്റെ ചെക്കനെയും കൂട്ടിക്കൊണ്ട് വരുന്നുണ്ടെന്നാണ് പറഞ്ഞത്. ഈശ്വര, എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. എന്തുകൊണ്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല? ഞങ്ങൾ പറഞ്ഞതല്ലേ വിനോദിന് ഉടനെ തന്നെ പുറത്തേക്ക് ഇറങ്ങാൻ പറ്റുമെന്ന്. വിനോദ് പുറത്തിറങ്ങി, വിനോദ് നിരപരാധിയാണെന്ന് കോടതിക്ക് മനസ്സിലായി, വിനോദിനെ പുറത്തിറക്കി എന്ന് പറയുമ്പോൾ സുചിത്ര പൊട്ടിക്കരഞ്ഞു പോകട്ടെ. അതെ, നീ ഇങ്ങനെ കരഞ്ഞോണ്ടിരിക്കല്ലേ, കരഞ്ഞ് മുഖമൊക്കെ ചീത്താക്കല്ലേ. വിനോദ് വരുമ്പോ നിന്നെ കാണാൻ വേണ്ടി വരും. ആ സമയത്ത് അയ്യോ എന്റെ സുജി എന്താ ഇങ്ങനെയായി പോയത് എന്ന് പറഞ്ഞ് വിനോദ് വിഷമിക്കാൻ പാടില്ലല്ലോ, അതുകൊണ്ട് നല്ല കുട്ടിയായിട്ട് ഇരിക്കണം എന്നൊക്കെ പറയാണ്. അതിനുശേഷം പ്രിയാമണി പറയുന്നുണ്ട്, അതെ ഞാൻ നല്ലൊരു പാൽപ്പായസം വെക്കട്ടെ എന്ന് പറയുമ്പോഴേക്കും ഇഷിത പറയണ്ട, അയ്യോ അമ്മേ, ദേ അവിടെ സ്വപ്നവല്ലി അമ്മ പാൽപ്പായസം വെക്കുന്നുണ്ട്, എന്റെ അമ്മ അതിന് പകരം വല്ല ലഡുവോ ജിലേബിയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കിയാൽ മതി. 2 പേരും പാൽപ്പായസം ഉണ്ടാക്കിയാലേ നാളെയും ആ പാൽപ്പായസം കുടിച്ച് തീരില്ല എന്ന് ഇഷിത പറയാണ്. അവിടെ പാൽപ്പായസമാണോ വെക്കണത്? എന്നാൽ ഞാനിവിടെ ശർക്കര പായസം വെക്കാം. അങ്ങനെ ഇതിന് വെറൈറ്റി പായസം വെക്കാമേ എന്ന് പറയാണ്. അതിനുശേഷം നമ്മുടെ മഹേഷ് വിനോദിനെ കൂട്ടിക്കൊണ്ട് നേരെ ഫ്ലാറ്റിലേക്ക് വരുവാട്ടോ. വിനോദിനെ കാത്തിരിക്കുകയാണ് എല്ലാവരും. അങ്ങനെ വിനോദ് വരുമ്പോഴേക്കും സ്വപ്നവലി പൊട്ടിക്കാരനോട് വിനോദിനെ കെട്ടിപ്പിടിക്കുകയാണ്. രാമനാഥനും വരുന്നുണ്ട്. സ്വപ്നവലി പറഞ്ഞ, മോനെ നിന്നെ ഇതുപോലെ ഇനി തിരിച്ച് വീട്ടിൽ കാണാൻ പറ്റുമെന്ന് പോലും ഞാൻ പ്രതീക്ഷിച്ചില്ല. എന്തായാലും സന്തോഷമായി മോനെ, നീ വന്നല്ലോ, നീ നിരപരാധിയാണെന്ന് തെളിഞ്ഞല്ലോ എന്ന് പറയുമ്പോഴേക്കും വിനോദ് പറയേണ്ട എല്ലാത്തിനും നന്ദി പറയേണ്ടത് എന്റെ ഏട്ടനോടാ. എന്റെ ഏട്ടനില്ലായിരുന്നെങ്കിൽ ഒരിക്കലും ഞാൻ പുറത്തിറങ്ങില്ലായിരുന്നു, പുറം ലോകം ഇനി ഒരിക്കലും കാണില്ലായിരുന്നു. ജയിലിൽ കിടക്കുന്ന സമയത്ത് ഞാനത് മനസ്സിൽ തീരുമാനിച്ചാണ്, എനിക്കിനി പുറം ലോകം കാണാൻ പറ്റില്ല, എന്റെ അച്ഛനെയും അമ്മേനെയും ഏടത്തേനെയും മഹേഷേട്ടനെ ഒന്നും കാണാൻ പറ്റില്ലെന്ന് ഞാൻ ഇങ്ങനെ വിചാരിക്കുമായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയാട്ടോ. അത് കേട്ട് മഞ്ജുമ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അതെ വിനോദേ, ഇവിടെ നിന്റെ മഹേഷേട്ടനും ഏട്ടത്തിയും അമ്മയച്ഛനും മാത്രമല്ല, നിന്റെ ഒരു ചേച്ചിയും കൂടി ഉണ്ട്, അതിനെക്കുറിച്ച് എനിക്ക് വല്ല അറിവുണ്ടോ എന്ന് ചോദിക്കുമ്പോഴേക്കും വിനോദ് പറയണ്ട്, ചേച്ചി ഇവിടെ ഉണ്ടായിരുന്നോ? ഞാൻ വിചാരിച്ചു ചേച്ചി ഇവിടെ ഇല്ലെന്ന്. ഞാൻ ജയിലിൽ കിടക്കാൻ തുടങ്ങിയിട്ട് കുറെ നാളായി, ഒരു പ്രാവശ്യം പോലും ചേച്ചി വന്നത് ഞാൻ കണ്ടിട്ടില്ല എന്ന് പറയുമ്പോഴേക്കും അതെങ്ങനെയാ വിനോദ് വരാൻ പറ്റുന്നത്? നിന്നെ വല്ലപ്പോഴല്ലേ കാണാൻ പറ്റുള്ളൂ. ആ സമയത്ത് മഹേഷും അച്ഛനും അങ്ങോട്ടേക്ക് ഓടി വരും. പിന്നെ ഞാനെങ്ങനെ കാണാനാ? അല്ല, ചേച്ചിക്ക് കാണണമെന്നുണ്ടെങ്കിൽ ചേച്ചിക്ക് വരായിരുന്നല്ലോ, അവരുടെ കൂടെ വന്നാൽ കുഴപ്പമൊന്നുമില്ലായിരുന്നല്ലോ. പിന്നെ ചേച്ചി ഇവിടെ കാണിച്ചു കൂട്ടിയതൊക്കെ ഞാൻ അറിഞ്ഞു, അതിനെയും കൂടി ഒരു മറുപടി പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. ഞാൻ എന്ത് കാണിച്ചു? ഞാനൊന്നും കാണിച്ചിട്ടില്ല. എനിക്കറിയാം എന്തൊക്കെ കാണിച്ചു എന്ന്. ഞാൻ ഒന്ന് റെസ്റ്റ് എടുക്കട്ടെ, ചേച്ചിക്കുള്ള പണി ഞാൻ തരാം, പക്ഷെ അതിനു മുമ്പ് 2-3 പേർക്ക് പണി കൊടുക്കാനുണ്ട്. ഇത് കേട്ട് രാമനാഥൻ പറഞ്ഞു, മോനെ ദേ നീ വെറുതെ വഴക്കിനും കാര്യങ്ങൾക്കൊന്നും പോവരുത്, ഇന്ന് നീ പുറത്തിറങ്ങിയുള്ളൂ, വെറുതെ പ്രശ്നത്തിനൊന്നും പോവണ്ട മോനെ എന്ന് രാമനാഥൻ പറയുമ്പോഴേക്കും വിനോദ് പറയണ്ട, അച്ഛാ ഞാൻ ഇന്ന് പോകുന്നില്ല, ഇന്ന് എല്ലാവർക്കും റെസ്റ്റ് കൊടുത്തിരിക്കുകയാണ്, പക്ഷെ നാളെ ഞാൻ കളിക്കളത്തിലേക്ക് ഇറങ്ങും എന്ന് വിനോദ് പറയാണ്. അത് കേൾക്കുമ്പോഴേക്കും ഇഷിത പറയണ്ട്, വേണ്ട വിനോദേ, ഇപ്പൊ
ഇപ്പൊ ഒന്നിനും പോവാതിരിക്കണതാണ് നല്ലത് എന്നൊക്കെ നമ്മുടെ ഇഷിത പറഞ്ഞ് മനസ്സിലാക്കുമ്പോൾ വിനോദ് ഓക്കെ ആവുന്നുണ്ട്. പക്ഷെ വിനോദിന് നല്ല പകയുണ്ട് ആകാശിനോടും അൻസാരിയുടെ അടുത്തിട്ടോ. അതേസമയം ആകാശിന്റെ അടുത്താണെന്നുണ്ടെങ്കിൽ രചന വന്ന് പറയുന്നുണ്ട്, ആകാശ് എന്നാലും ഇങ്ങനൊരു കള്ളക്കേസ് ആ മഹേഷ് കൊടുത്തല്ലോ ആകാശ് എന്ന് പറയുമ്പോൾ ആകാശ് പറയണ്ട, അതെ ആ ആദ്യം ആരാണെന്ന് പോലും എനിക്ക് അറിയില്ല രചന, എന്നിട്ട് അവളെ ഞാനും എന്റെ കൂട്ടാളികളോട് പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞിട്ടാ കേസ് കൊടുത്തിരിക്കണത്. എനിക്ക് അറിയാനേ പാടില്ല അവളെ. ഇതിനെല്ലാത്തിനും പിന്നിൽ ആ മഹേഷ് അവനെ ശത്രുക്കളായിട്ടുള്ളവരെയൊക്കെ അവളോട് പറഞ്ഞിരിക്കുക അവളെ പീഡിപ്പിക്കാൻ ശ്രമിച്ചെന്ന് കോടതിയിൽ പറയണോന്ന്. പിന്നെ പെൺവാക്കല്ലേ കോടതി കേൾക്കുള്ളൂ. എനിക്ക് ജയിലിൽ പോകേണ്ടി വരുമെന്നാ എനിക്ക് പേടി. അത് കേട്ട് സുമി പറയണ്ട്, എന്താ ആകാശ് ചെയ്യണതിനേക്കാൾ തിരിച്ച് ആകാശത്തിന് തന്നെ പണി കിട്ടുവാണല്ലോ. ആകാശ് ഒരു തെറ്റും ചെയ്തിട്ടില്ലേ ആതിര കേസിൽ? ഇല്ല സുമി, ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. സുമി ഇങ്ങനെ അടിമുടി നോക്കാട്ടാ, ആകാശേ കള്ള, നീയാണ് ഒന്നാം പ്രതി എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം എന്ന രീതിയിൽ. എന്താ സുമി? ഒന്നുമില്ല. അല്ല ആകാശ് ഒരു തെറ്റും ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ ഇതിന് ആകാശ് പേടിക്കണത് എന്ന് സുമി ചോദിക്കുമ്പോ ആകാശ് പറയണ്ട, അത് വേറൊന്നുമല്ല, ആ ആതിര അവള് കോടതിയിൽ മൊഴി പറഞ്ഞിരിക്കുന്നത് ഞാനാണ് അവളെ എന്തോ ചെയ്യാൻ ശ്രമിച്ചു എന്നാണല്ലോ. അതെ, പക്ഷേ അതിന് തെളിവും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. അതെ, പക്ഷെ പെണ്ണിന്റെ വാക്കല്ലേ കോടതി കേൾക്കൂലൂ, അതാ എനിക്കൊരു ടെൻഷൻ. പിന്നെ അൻസാരി പറഞ്ഞിട്ടുണ്ട് എന്നെ എന്ത് കാരണം വന്നാലും എന്നെ രക്ഷപ്പെടുത്താന്ന്. ഒരു ഉറപ്പില ഞാൻ കഴിയണത്. ശരി, എന്തായാലും കുറച്ച് ദിവസത്തേക്ക് ആകാശ് ഇവിടുന്ന് മാറി നിൽക്കാത്തേ നല്ലത്. കാരണം ആകാശിന്റെ എല്ലാവരും ആകാശിനെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. അതുകൊണ്ട് ഇവിടുന്ന് ഓടി രക്ഷപ്പെടാൻ വേണ്ടിയൊന്നും ആകാശ് ശ്രമിക്കണ്ട എന്നൊക്കെ പറയാണ്. ഇതൊക്കെ കേട്ട ആദിക്ക് ചിരി വരാട്ടോ. ഇയാൾ ചെയ്തതിനൊക്കെ ഇയാൾക്ക് പണി കിട്ടി തുടങ്ങി എന്നൊരു സന്തോഷമാണ് ആദിക്ക് കേട്ടോ. ആദി ചോദിക്കുമ്പോ ആകാശ് ചോദിക്കണ്ട, നീ എന്തിനാടാ ഇങ്ങനെ ചിരിക്കണത്? എല്ലാം മുമ്പൊക്കെ ആണ് ദൈവം പിന്നെ എന്നൊക്കെ അച്ഛമ്മ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ദൈവം ഇപ്പൊ അപ്പപ്പോഴാണെന്ന് എനിക്ക് തോന്നുന്നത്. നമ്മളിപ്പോ മൊബൈലൊക്കെ യൂസ് ചെയ്യണ കാലമല്ലേ. മൊബൈലൊക്കെ യൂസ് ചെയ്യുമ്പോൾ എത്ര പെട്ടെന്നാ ഓരോരോ അപ്ഡേറ്റും കാര്യങ്ങൾ അറിയണത്. അതുപോലെ തന്നെ ഇപ്പൊ എന്തെങ്കിലും തെറ്റ് ചെയ്താൽ അതുപോലെ തന്നെയാ അപ്ഡേറ്റുകൾ അപ്പൊ തന്നെ വന്നുകൊണ്ടിരിക്കും. എടി നിന്റെ മോനോട് മിണ്ടാതിരിക്കാൻ പറ, എനിക്ക് തലയെ കൂടി ഇങ്ങനെ പുകയാണ് തീ വന്നിട്ട്. ആ സമയത്ത് നിന്റെ മോന്റെ ഒരു കളിയാക്കൽ. ആദി മിണ്ടാതിരിക്കേ, ആകാശ് ഒരു തെറ്റും ചെയ്തിട്ടില്ല. തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഇയാൾ എന്തിനാ ഇങ്ങനെ പേടിക്കണത് എന്ന് പറയുമ്പോഴേക്കും ആകാശ് പണ്ടും, രചന നിന്റെ മോനോട് മിണ്ടാതിരിക്കാൻ പറ, എനിക്കാകെ തലക്ക് പ്രാന്ത് പിടിച്ചിരിക്കുക എന്നൊക്കെ പറയാണ്. ആദി നീ ഒന്ന് റൂമിൽ കയറിപ്പോ എന്ന് പറയാണ്. അങ്ങനെ ആകാശാണെങ്കിൽ പേടിയാട്ടോ, വിനോദ് എപ്പോഴാണ് വരുന്നതെന്ന് അറിയില്ലല്ലോ. അങ്ങനെ വിനോദിനെ പേടിച്ചിട്ടാണ് ആകാശ് ഇരിക്കുന്നത്, അല്ല വിധി പേടിച്ചിട്ടൊന്നും അല്ല. അതേസമയം വിനോദാണെങ്കിൽ ആദ്യം മഞ്ജുമക്ക് തന്നെയാണ് പണി കൊടുക്കുന്നത് കേട്ടോ. മഞ്ജുമ എടുത്ത് ചോദിക്കുന്നുണ്ട്, അല്ല നമ്മുടെ ഇഷിത ഏടത്തി ഗർഭിണി ആയതിൽ മഞ്ജുമച്ചിക്ക് എന്തെങ്കിലും കുശുമ്പുണ്ടോ? എനിക്കെന്തിനാ കുശുമ്പ്? എന്റെ സ്വന്തം ആങ്ങളുടെ കുഞ്ഞല്ലേ അവളെ വയറ്റില്, പിന്നെ ഞാനെന്തിനാ കുശുമ്പ് കാണിക്കണത്? അല്ല ചേച്ചി കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തു എന്ന് ഞാൻ അറിഞ്ഞു. പക്ഷെ ഇനി ചേച്ചി ഏടത്തിക്കെതിരെ എന്തെങ്കിലും ചെയ്താല് നോക്ക്, അച്ഛനും അമ്മയും അതുപോലെ തന്നെ മഹേഷേട്ടനും പറഞ്ഞ പോലെ അല്ല, ചേച്ചിനെ പിടിച്ച് പടിയടച്ച് പിണ്ടം വെക്കും ഞാൻ. വിനോദ് വന്നിരിക്കണതേ എന്റെ ഏട്ടനെയും ഒരു രക്ഷകനായിട്ടാണ്. ഇനി എന്റെ ഏട്ടത്തിയുടെ മേത്ത് ഒരു തരി മണ്ണ് വീഴാൻ പോലും വിനോദ് സമ്മതിക്കില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ഇതൊക്കെ കേട്ട് ആകെ പേടിച്ചു വരണ്ടിരിക്കുകയാണ് നമ്മുടെ മഞ്ജുമാട്ടോ. എന്തായാലും കാത്തിരുന്ന് കാണാം ഫ്രണ്ട്സ്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും ടേക്ക് കെയർ. ബൈ ബൈ.